എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KTH ജ്വല്ലറി, സിൽവർ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, KNS ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക്, അകമ്പാടം. നിലമ്പൂർ നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. 2ാം വാർഡ് കോവിലകത്ത് മുറിയിൽ നിന്ന് വിജയിച്ച മുതിർന്ന അംഗമായ പത്മിനി ഗോപിനാഥാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. മുനിസിപ്പൽ കൗൺസിലിലെ നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിലമ്പൂർ നഗരസഭയിൽ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. UDF, BJP അംഗങ്ങൾ പ്രകടനമായിട്ടാണ് ചടങ്ങിനെത്തിയത്. നഗരസഭാ വരണാധികാരിയും ജില്ലാ പ്ലാനിംഗ് ഓഫീസറുമായ TV ഷാജു മുതിർന്ന അംഗം പത്മിനി ഗോപിനാഥിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പത്മിനി ഗോപിനാഥാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 35 അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ആര്യാടൻ ഷൗക്കത്ത് MLA, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങ് കഴിഞ്ഞയുടൻ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗവും ചേർന്നു. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കും. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലും പുതിയ ഭരണ നേതൃത്വം നിലവിൽ വന്നു. വരണാധികാരിയായ നിലമ്പൂർ നോർത്ത് DFO മുതിർന്ന അംഗം റോസമ്മയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് റോസമ്മ മറ്റ് 14 അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന് നടക്കും. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് പ്രാതിനിധ്യം ഇല്ലാത്തതിനാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. 15-അംഗ ഭരണസമിതിയിൽ UDF 14, കോൺഗ്രസ് വിമതൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. എ+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.